ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. ഏതായാലും നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് 22,200 എന്നുള്ള ഒരു ആദ്യ റെസിസ്റ്റൻസ് ലെവൽ കൈവിട്ടുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. വളരെ ഫ്ലാറ്റ് നോട്ടിൽ തന്നെ റെക്കോർഡ് നേട്ടങ്ങൾക്ക് പിന്നാലെ ഒരു വിപണി ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് കടക്കുകയാണ്. എന്താണ് പ്രധാനമായിട്ടും ഇന്നത്തെ വിപണിയിൽ ഇൻവെസ്റ്റേഴ്സ് കരുതിയിരിക്കേണ്ടത്? നിഫ്റ്റി 50യുടെ കേസിൽ ഒരു ഇൻട്രാഡേക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,800 പോയിന്റിന്റെ സപ്പോർട്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു ഇൻട്രാഡേക്ക് വേണ്ടി ഒരു ട്രിഗർ നോക്കിയിരിക്കുകയാണെങ്കിൽ 22,250 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി ഒത്തിരി ലോങ് പൊസിഷൻസ് എടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഇടിവിൽ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് സൂചിക മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 47 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണുന്നത്. 46,528 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ വിപണിയിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഫെഡറൽ ബാങ്കൊക്കെ തന്നെ ലീഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിലെ മേജർ സപ്പോർട്ട് ഇൻട്രാഡേക്ക് വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നത് 46,200 പോയിന്റ്. ആൻഡ് നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ബുള്ളിഷ് ട്രിഗർ, ബുള്ളിഷ് അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ 46,900 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഓട്ടോ സൂചികയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫ്ലാറ്റ് ടു ഒരു പോസിറ്റീവ് നോട്ടിലാണ് നിലവിൽ ഓട്ടോ സൂചിക പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ സൂചികയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ ഒരു മികച്ച മുന്നേറ്റത്തിലേക്ക് ഓട്ടോ സൂചിക എത്തുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിൽ 11% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഓട്ടോ സൂചികയുടെ ഭാഗത്തു നിന്നും നൽകുന്നത്. ഓട്ടോ സൂചികയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? പ്രധാനപ്പെട്ട വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? Nifty auto സൂചിക continues to be extremely bullish. At the moment, trading നടത്തി വരുന്നത് it is trading at a record all-time high. So ഒരു വീക്ക്നെസ് at the moment ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം മേജർ ഓട്ടോ സ്റ്റോക്സ് കൈവശം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാം. 20,100 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഡേഞ്ചർ ഓട്ടോ മേഖലയിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ ബാങ്കിങ് ഓഹരികളിലേക്ക് തന്നെയാണ് താങ്കളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അതിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ഇന്നത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ 3.38% നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 66 രൂപ 10 പൈസ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? IOB, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുതലായ എല്ലാ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മീഡിയം ക്യാപ്പ് പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്സിലൊക്കെ നമ്മൾ കഴിഞ്ഞ 3-4 ആഴ്ചകൾക്കിടെ ഒത്തിരി നേട്ടം കണ്ടു കഴിഞ്ഞു. അതിനെ തുടർന്ന് വാട്ട് യു ആർ സീയിങ് നൗ ഇസ് പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ എ ന്യൂ ബൈങ് ഓപ്പർച്യൂണിറ്റി. പ്രദീപ് സർ, കഴിഞ്ഞ ആഴ്ചയിലെ റെക്കോർഡ് നേട്ടങ്ങൾക്ക് ശേഷം TVS മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ഇടിവ് 0.5% ഇടിവ് കാണാൻ സാധിക്കുന്നു. 2,153 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. TVSനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഇടിവ് ഒരു അവസരമായി കാണേണ്ടതുണ്ടോ? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, ഞാൻ ഇത് ഒരു ഇടിവായിട്ട് വിലയിരുത്തത്തില്ല. ദിസ് ഇസ് ജസ്റ്റ് വെരി നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രം. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. 2,030 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളെ സംബന്ധിച്ച് ഇപ്പോൾ 0.46% മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. 152 രൂപ 20 പൈസ റേഞ്ചിലാണ് ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടോ? ഫെഡറൽ ബാങ്ക്
കഴിഞ്ഞ ആഴ്ച ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 166 167 രൂപയ്ക്ക് അടുത്തെത്തിയിരുന്നു. അതിനെ തുടർന്ന് നല്ലൊരു ഹെൽത്തി കറക്ഷൻ ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. സ്റ്റോക്കിന് 148 രൂപയിൽ നല്ല സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ട് വേണം നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട്. നമുക്ക് ഇന്നൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 154 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രദീപ് സർ, പവർമെക് പ്രോജക്ട്സ് ലിമിറ്റഡിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 2.25% അടുത്ത് ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ 5337.65 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. 5550 രൂപ വരെ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പവർമെക് പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള സാധ്യത എത്രമാത്രമാണ്? ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ജനുവരി അവസാനത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ എത്തിയത് 5550 രൂപയ്ക്ക് അടുത്ത്. അതിനെ തുടർന്ന് സ്റ്റോക്ക് ഇസ് ബീൻ കൺസോളിഡേറ്റിംഗ്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4900 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ വിപണിയിൽ LIC ഹൗസിംഗ് ഫിനാൻസിന്റെ ഓഹരികൾ 0.27% ഒരു മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട്. ഓഹരിയുടെ ഒരു പ്രകടനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർഷം ഇതുവരെ ആരംഭിച്ചതിന് ശേഷം സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ നിക്ഷേപകർക്ക് നൽകാൻ ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 24% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. LIC ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഹൗസിംഗ് ഫിനാൻസിന്റെ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് കാര്യമായിട്ട് ഒരു വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല സ്റ്റോക്കിൽ. ഇൻഫാക്ട് സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 620 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നസാറ ടെക്നോളജീസിനെ കുറിച്ചാണ് പ്രദീപ് സർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ ഒരു വിപണിയിൽ നസാറ കാഴ്ചവെക്കുന്നത്. 777 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് പരിഗണിച്ചാലും 48% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വർഷത്തിൽ 8.46% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. പ്രത്യേകിച്ചും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പല റെഗുലേഷൻസിന്റെ ഒക്കെ കാരണത്താൽ തന്നെ നസാറ വലിയൊരു വീഴ്ചകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നസാറയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് ഇനിയും ഹോൾഡ് ചെയ്യേണ്ടതുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നസാറ ടെക്നോളജീസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിച്ചു. സോ ഈ ഒരു ലെവൽസിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഇന്നത്തെ വിപണിയിൽ ആദിത്യ ബിർള ഫാഷന്റെ ഓഹരികളെ സംബന്ധിച്ച് 0.44% ഒരു മുന്നേറ്റം പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 226 രൂപ 35 പൈസ റേഞ്ചിലാണ് വ്യാപാരം നടത്തുന്നത്. എന്നാൽ ആദിത്യ ബിർള ഫാഷന്റെ ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ടാണെങ്കിലും പൊതുവെ അതിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് അത്ര ശക്തമായിട്ടുള്ള ഒരു റിട്ടേണോ അല്ലെങ്കിൽ മൂവ്മെന്റോ ഒന്നും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആദിത്യ ബിർള ഫാഷൻ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 215 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 215ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്ലോസ് ഓൾ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. 238 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കത്തുള്ളൂ. പ്രദീപ് സർ, ബയോകോണിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ബയോകോണിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 2.86% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. കഴിഞ്ഞ വർഷങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടം നൽകാത്ത ഒരു സ്റ്റോക്കാണ് ബയോകോൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വർഷത്തിൽ 11% മുകളിൽ ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. പലവിധ കാരണങ്ങളാൽ കൊണ്ട് എപ്പോഴും ഒരു ന്യൂസിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ബയോകോൺ എന്ന് പറയുന്നത്. ബയോകോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സൈഡ് വേസ്.
സോ ബയോകോണിന്റെ കേസിൽ 280 രൂപയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ. 280ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ലോങ് പൊസിഷൻ ഇനീഷ്യേറ്റ് ആക്കും. അതോടൊപ്പം ഇന്നത്തെ വിപണിയിൽ പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ ഓഹരികളെ സംബന്ധിച്ച് 0.28% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 410 രൂപ 45 പൈസ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? പവർ ഫിനാൻസിന്റെ കേസിൽ ഈ മാസം തുടക്കത്തിലായിരുന്നു റെക്കോർഡ് ഓൾ ടൈം ഹൈ 477 രൂപ റീച്ച് ചെയ്തത്. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബിക്കമിങ് ബെയറിഷ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 398 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഓൾ ദ ലോങ് പൊസിഷൻ. ഈ ഒരു ലെവലിന് ശേഷം 378 രൂപ ഇസ് എ മേജർ സപ്പോർട്ട്. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 442 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സിമന്റ് സെക്ടറിൽ നിന്നും ആന്ധ്ര സിമന്റിന്റെ ഓഹരികൾ 4% മുകളിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. 106 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. പ്രൊമോട്ടറായിട്ടുള്ള സാഗർ സിമന്റ്സ് ആന്ധ്ര സിമന്റ്സിലെ 5% ഓഹരികൾ വിറ്റഴിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതിനെ തുടർന്നാണ് നിലവിൽ ഈ ഒരു ഓഹരി ഇടിഞ്ഞിരിക്കുന്നത്. ആന്ധ്ര സിമന്റിന്റെ ഒരു പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. 2.29% ഒരു ഇടിവാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് എന്ന് കാണാം. ഈ ഒരു സ്റ്റോക്കിലുള്ള ഒരു സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു സ്റ്റോക്കിന്റെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് വൈൻഡ് അപ്പ് ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒപ്പം ഓയിൽ ആൻഡ് മാർക്കറ്റ് കമ്പനി ആയിട്ടുള്ള ഭാരത് പെട്രോളിയത്തിന്റെ ഓഹരികൾ 0.5% മുന്നേറ്റത്തിൽ 629 രൂപ 15 പൈസ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. BPCLനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 1 വീക്കിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. BPCL കൈവശമുള്ള നിക്ഷേപകർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? BPSL undertone continues to be very, very bullish, but ഒരു അല്പം ഓവർഹീറ്റഡ് ആയിട്ട് ഈ സ്റ്റോക്കിനെ കാണുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 675 മുതൽ 695 is a major profit taking resistance zone. അതേസമയം നമ്മുടെ കൈവശം ആ പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 595 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രദീപ് സർ, ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ 5% മുകളിലുള്ള ഒരു ഇടിവ് നൽകുന്നുണ്ട്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 32 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ്. സൗത്ത് ഇന്ത്യന്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് സ്റ്റോക്ക് 31 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സോ ആ ഒരു ലെവലിൽ ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിരിക്കുക. ജ്യോതി ലാബ്സിന്റെ ഓഹരികളെ സംബന്ധിച്ച് 1% നേട്ടം ഇന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. 480 രൂപ റേഞ്ചിലേക്ക് ഇപ്പോൾ ജ്യോതി ലാബ്സിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നുണ്ട്. ഇന്നത്തെ വിപണിയിൽ 482 രൂപ റേഞ്ചിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. ജ്യോതി ലാബ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ആൻഡ് സ്റ്റോക്ക് 504 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സോ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സ്കൂബിയുടെ ഗാർമെന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 9%-ലധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ഈ കഴിഞ്ഞൊരു വർഷത്തിൽ നൽകിയിട്ടില്ല. ഈ വർഷത്തിലും അതേ ഒരു സമാനമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഒരു പാത ഇപ്പോൾ ഈ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ കാഴ്ചവെക്കുന്നുമുണ്ട്. BSEയിൽ മാത്രം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിയെ കുറിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? ജാസ്മിൻ, ഇത്തരം സ്റ്റോക്കുകൾ പൂർണ്ണമായിട്ടും പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കുക. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ BSE. കാര്യമായിട്ട് ഈ സ്റ്റോക്കിലെ ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല.
ഇത്തരം സ്റ്റോക്സ് ഷെയർ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. സോ നമ്മൾ ഈ ഒരു സ്റ്റോക്കൊക്കെ വാങ്ങിക്കുകയോ ട്രേഡിങ്ങോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അതൊരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഒത്തിരി ഒത്തിരി നഷ്ടം ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സ്കൂബിയുടെ. അടുത്ത ഞാൻ ചോദിക്കുന്നത് ഹഡ്കോയുടെ ഓഹരികളെ സംബന്ധിച്ചാണ്. ഹഡ്കോ സംബന്ധിച്ച് ഇന്നിപ്പോൾ 0.5% അടുത്ത് മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. 206 രൂപ എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഹഡ്കോയുടെ ഓഹരികൾ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിലൊക്കെ തന്നെ ഹഡ്കോയെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റത്തിൽ വ്യാപാരം കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. ഹഡ്കോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ 226 രൂപയിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം സ്റ്റോക്ക് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ്, പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ആ ഒരു ലെവലായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 227 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി ഒത്തിരി മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. പ്രദീപ് സർ, അവന്യൂ സൂപ്പർ മാർട്ടിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 0.3% ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്കാണ് പോകുന്നത് എന്ന് കാണാം. 3837 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. ഈ അവന്യൂ സൂപ്പർ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ 5.68% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവന്യൂ സൂപ്പർ മാർട്ടിന്റെ നിലവിലെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോക്കിൽ ഇനിയൊരു മുന്നേറ്റത്തിന്റെ ഒരു സാധ്യത എത്രമാത്രമാണ്? അവന്യൂ സൂപ്പർ മാർക്കറ്റിന്റെ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ്. ബട്ട് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ബയസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിൽ 3880 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ലോങ് ടേമിന് വേണ്ടി നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കും. ഒപ്പം ഇന്നിപ്പോൾ ക്യാമ്പസ് ആക്റ്റീവെയറിനെ സംബന്ധിച്ച് 0.3% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. ക്യാമ്പസ് ആക്റ്റീവെയറിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും തന്നെ നിക്ഷേപകർക്ക് നൽകാൻ സാധിക്കാത്തൊരു ഓഹരിയാണ് ക്യാമ്പസ് ആക്റ്റീവെയർ. 37% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ടും ഈ ഒരു സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞൊരു 1 വീക്കിൽ നോക്കുമ്പോൾ ഒരു 3% ഒരു മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാമ്പസ് ആക്റ്റീവെയറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഓൾറെഡി ഈ ഒരു സ്റ്റോക്സ് കൈവശമുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് എടുക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് സ്റ്റോക്കിന് നല്ല ശക്തമായിട്ടൊരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് 235 രൂപയിൽ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റോക്ക് വരും സെഷൻസിൽ തന്നെ ഒരു റിക്കവറി സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 250 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 250 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. IFCA കുറിച്ചാണ് പ്രദീപ് സർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഈ ഒരു പൊതുമേഖല ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റിലും 63% ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നതെങ്കിലും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 48.5 അല്ലെങ്കിൽ 48 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയൊരു പ്രതീക്ഷകൾ നൽകുന്ന ഒരു നിലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ ഒരു പൊതുമേഖലാ കമ്പനിയെ കുറിച്ചുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? നിലവിലെ ഒരു അണ്ടർടോൺ എങ്ങനെയാണ്? IFCAയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ മികച്ച പെർഫോമൻസ് ഒന്നുമല്ല. എങ്കിലും ഒത്തിരി സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് പർട്ടിക്കുലർലി കഴിഞ്ഞ ഒരു 5-8 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഫെബ്രുവരി മാസത്തിലെ ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു 52 വീക്ക് ഹൈ 71 രൂപ 80 പൈസ വരെ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 50 രൂപ 55 പൈസ ആയിരിക്കണം. 50 രൂപ 55 പൈസയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും ഒരു ട്രേഡിംഗ് ഹൗസ് ഈ സ്റ്റോക്കിൽ ലഭിക്കും.
അതോടൊപ്പം തന്നെ പ്രദീപ് സാർ, ഒബ്റോയ് റിയൽറ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 1.5% നേട്ടത്തിൽ 1396 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 5% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞൊരു 1 വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 6%-നടുത്ത് ഓഹരി കുതിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒബ്റോയ് റിയൽറ്റി സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നമ്മളെ റിയാലിറ്റി ഇൻഡെക്സും അതുപോലെ തന്നെ DLF, ഗോദ്റേജ് പ്രോപ്പർട്ടി മുതലായ റിയാലിറ്റി സ്റ്റോക്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 5-8 ആഴ്ചകൾക്കിടെ ഇതൊരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്ക് ആയിരുന്നു. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 1410 രൂപയിലാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ആ 1410ന്റെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കഴിഞ്ഞ ഒരു മാസത്തിലെ മികച്ച നേട്ടത്തിന് ശേഷം ഇന്നിപ്പോൾ ശോഭ ഡെവലപ്പേഴ്സ് ഒരു റെക്കോർഡ് നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ ഒരു 5%-ലധികം ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. ശോഭ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1658 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. സമാനമായിട്ട് നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ റിയൽറ്റി ഇൻഡെക്സിൽ നിന്നുള്ള ശോഭ ഡെവലപ്പേഴ്സിന്റെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഡെവലപ്പേഴ്സിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിന്റെ ഒരേ ഒരു പ്രോബ്ലം കാണുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തില് അറൌണ്ട് 560-550 റേഞ്ചിലായിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന 1700, അതിനെ തുടർന്ന് 1750. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിപണിയിൽ താങ്കൾ ഏതെങ്കിലും സ്റ്റോക്സ് പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു സ്റ്റോക്ക് ഇസ് ഡെഫിനറ്റ്ലി ക്യാമ്പസ് ആക്റ്റീവെയർ. ഓബ്റോയ് റിയാലിറ്റി തീർച്ചയായിട്ടും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അഡാനി ടോട്ടൽ ഗ്യാസ് ആൻഡ് അഡാനി എനർജി സൊല്യൂഷൻ, IDFC ഫസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക്, ഇതായിരിക്കും എന്റെ ടോപ്പ് പിക്സ് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്.